എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. നമ്മളിന്ന് ആനുകാലികം 2024 ആറാമത്തെ പാർട്ട് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 5 വീഡിയോസ് അപ്ലോഡ് ചെയ്തു. ഓരോ വീഡിയോസിലും നമ്മൾ 15 ചോദ്യങ്ങൾ വീതം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ 15 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. നമുക്ക് ഓരോരോ ചോദ്യങ്ങളായിട്ട് നോക്കാം. ഒന്നാമത്തെ ചോദ്യം: സംഗീത പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ സ്വാതി സംഗീത പുരസ്കാരം 2024 നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? സംഗീത പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ സ്വാതി സംഗീത പുരസ്കാരം 2024 നേടിയ കർണാടക സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം പി ആർ കുമാര കേരളവർമ്മ. പി ആർ കുമാര കേരളവർമ്മയാണ് സംഗീത പ്രതിഭകൾക്ക് കേരള സർക്കാർ നൽകുന്ന പരമോന്നത ബഹുമതിയായ സ്വാതി സംഗീത പുരസ്കാരം 2024 നേടിയ കർണാടക സംഗീതജ്ഞൻ. രണ്ടാമത്തെ ചോദ്യം: 2024 ഹരിവരാസനം അവാർഡിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? 2024 ഹരിവരാസനം അവാർഡിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ ആരാണ്? ഉത്തരം പി കെ വീരമണിദാസൻ. പി കെ വീരമണിദാസനാണ് 2024 ഹരിവരാസനം അവാർഡിന് അർഹനായ തമിഴ് പിന്നണി ഗായകൻ. മൂന്നാമത്തെ ചോദ്യം: ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം 2024 നേടിയ ചിത്രകാരൻ ആരാണ്? ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം 2024 നേടിയ ചിത്രകാരൻ ആരാണ്? ഉത്തരം സുരേന്ദ്രൻ നായരാണ്. സുരേന്ദ്രൻ നായരാണ് ചിത്രകലാരംഗത്തെ സമഗ്ര സംഭാവനകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത ബഹുമതിയായ രാജാ രവിവർമ്മ പുരസ്കാരം 2024 നേടിയ ചിത്രകാരൻ. നാലാമത്തെ ചോദ്യം: 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ്? 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല ഏതാണ്? ഉത്തരം കണ്ണൂർ. കണ്ണൂരാണ് 2024 സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ജേതാക്കളായ ജില്ല. അഞ്ചാമത്തെ ചോദ്യം: 2024 ഗ്രാമി പുരസ്കാരം നേടിയ സാക്കിർ ഹുസൈൻ, ജോൺ മക്ലോഫ്ലിൻ, ശങ്കർ മഹാദേവൻ, ഗണേഷ് രാജഗോപാലൻ, സെൽവ ഗണേഷ് വിനായകർ റാം എന്നിവർ ഉൾപ്പെട്ട മ്യൂസിക് ബാൻഡ് ഏതാണ്? 2024 ഗ്രാമി പുരസ്കാരം നേടിയ സാക്കിർ ഹുസൈൻ, ജോൺ മക്ലോഫ്ലിൻ, ശങ്കർ മഹാദേവൻ, ഗണേഷ് രാജഗോപാലൻ, സെൽവ ഗണേഷ് വിനായകർ റാം എന്നിവർ ഉൾപ്പെട്ട മ്യൂസിക് ബാൻഡ് ഏതാണ്? ഉത്തരം ശക്തിയാണ്. അപ്പോൾ ശക്തിയാണ് 2024 ഗ്രാമി പുരസ്കാരം നേടിയ സാക്കിർ ഹുസൈൻ, ജോൺ മാക്ലോഫ്ലിൻ, ശങ്കർ മഹാദേവൻ, ഗണേഷ് രാജഗോപാലൻ, അതുപോലെ സെൽവ ഗണേഷ് വിനായകർ റാം എന്നിവർ ഉൾപ്പെട്ട മ്യൂസിക് ബാൻഡ്. ആറാമത്തെ ചോദ്യം: 2024 ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ഇന്ത്യൻ ബാൻഡായ ശക്തിക്ക് നേടിക്കൊടുത്ത ആൽബം ഏതാണ്? 2024 ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ഇന്ത്യൻ ബാൻഡായിട്ടുള്ള ശക്തിക്ക് നേടിക്കൊടുത്ത ആൽബം ഏതാണ്? ഉത്തരം ദിസ് മൊമെൻ്റ് ആണ്. ദിസ് മൊമെൻ്റ് എന്ന് പറയുന്ന ആൽബമാണ് 2024 ബെസ്റ്റ് ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള ഗ്രാമി പുരസ്കാരം ഇന്ത്യൻ ബാൻഡായ ശക്തിക്ക് നേടിക്കൊടുത്ത ആൽബം. ഏഴാമത്തെ ചോദ്യം: പാസ്തോ, ആസ് വി സ്പീക്ക് എന്നിവയിലെ ഫ്യൂഷൻ പ്രകടനത്തിന് 2 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? പാസ്തോ, ആസ് വി സ്പീക്ക് എന്നിവയിലെ ഫ്യൂഷൻ പ്രകടനത്തിന് 2 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ ആരാണ്? ഉത്തരം രാകേഷ് ചൗരസ്യ. രാകേഷ് ചൗരസ്യയാണ് പാസ്തോ, ആസ് വി സ്പീക്ക് എന്നിവയിലെ ഫ്യൂഷൻ പ്രകടനത്തിന് 2 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയ ഇന്ത്യൻ സംഗീതജ്ഞൻ. എട്ടാമത്തെ ചോദ്യം: അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം, അതായത് 5 ലക്ഷം രൂപയാണ്. ഇത് നേടിയ ഇന്ത്യൻ സാഹിത്യകാരൻ ആരാണ്? അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരമായ 5 ലക്ഷം രൂപ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? ഉത്തരം എം ടി വാസുദേവൻ നായർ. അപ്പോൾ എം ടി വാസുദേവൻ നായരാണ് അമർ ഉജാല ദിനപത്രത്തിൻ്റെ ആകാശ് ദീപ് പുരസ്കാരം
5 ലക്ഷം രൂപ അത് നേടിയിട്ടുള്ള മലയാള സാഹിത്യകാരൻ. 9ാമത്തെ ചോദ്യം, 2024 ജ്ഞാനപീഠ പുരസ്കാരം അതായത് 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും സ്വന്തമാക്കിയ ഹിന്ദി കവി ആരാണ്? 2024 ജ്ഞാനപീഠ പുരസ്കാരം സ്വന്തമാക്കിയ ഹിന്ദി കവി, അതായത് 11 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും ഇത് നേടിയ ഹിന്ദി കവിയാണ് ഗുൽസാർ. 10ാമത്തെ ചോദ്യം, 2024 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീയ ആചാര്യനുമായ വ്യക്തി ആരാണ്? 2024 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീയ ആചാര്യനുമായ വ്യക്തി ആരാണ്? ഉത്തരം സ്വാമി രാംഭദ്രാചാര്യയാണ് 2024 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനായ സംസ്കൃത പണ്ഡിതനും എഴുത്തുകാരനും ആത്മീയ ആചാര്യനുമായ വ്യക്തി. 11ാമത്തെ ചോദ്യം, 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവി ആരാണ്? 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവി ആരാണ്? ഉത്തരം കുമാരനാശാൻ. അപ്പോൾ കുമാരനാശാനാണ് 2024 ജനുവരിയിൽ 100ാം ചരമവാർഷികം ആചരിച്ച മലയാളത്തിൻ്റെ മഹാകവി. 12ാമത്തെ ചോദ്യം, കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ ആരാണ്? 53ാമത്തെ ഓടക്കുഴൽ അവാർഡാണ്. അപ്പോൾ ഈ കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 53ാമത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ ആരാണ്? PN ഗോപികൃഷ്ണനാണ് കവിത മാംസഭോജിയാണ് എന്ന കവിതാ സമാഹാരത്തിന് 53ാമത്തെ ഓടക്കുഴൽ അവാർഡ് നേടിയ കഥാകാരൻ. 13ാമത്തെ ചോദ്യം, ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആരാണ്? ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം ആരാണ്? പൂയം തിരുനാൾ ഗൗരി പാർവതിഭായിയാണ് ഫ്രാൻസിൻ്റെ ഏറ്റവും വലിയ സിവിലിയൻ ബഹുമതിയായ നൈറ്റ് ഓഫ് ദി ലീജിയൻ ഓഫ് ഓണർ നേടിയ തിരുവിതാംകൂർ രാജകുടുംബാംഗം. 14ാമത്തെ ചോദ്യം, ഗ്രാമിയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം 4ാം തവണ നേടുന്ന ആദ്യ താരം ആരാണ്? ഗ്രാമിയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം 4ാം തവണ നേടുന്ന ആദ്യ താരം ആരാണ്? ഉത്തരം ടൈലർ സ്വിഫ്റ്റ് ആണ് ഗ്രാമിയിൽ ബെസ്റ്റ് ആൽബം പുരസ്കാരം 4ാം തവണ നേടുന്ന ആദ്യ താരം. 15ാമത്തെ ചോദ്യം, മഹാകവി ജി സ്മാരകം സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ്? അപ്പോൾ ജി ശങ്കരക്കുറുപ്പിൻ്റെ ഓർമ്മയ്ക്കായിട്ട് സ്ഥാപിച്ചതാണ് മഹാകവി ജി സ്മാരകം. ഇത് സ്ഥാപിതമായത് ഏത് ജില്ലയിലാണ്? ഉത്തരം എറണാകുളം. അപ്പോൾ എറണാകുളത്താണ് മഹാകവി ജി സ്മാരകം സ്ഥാപിതമായത്. ഓക്കെ, താങ്ക് യു.